ഉസ്മാൻ ഭായി ആണോ റെക്കോർഡ് ചെയ്യുന്നത്? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. യെസ് സ്റ്റാർട്ട്. എല്ലാരും രേഖ മാമിനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു, എന്നെ രാവിലെ വിളിച്ചിരുന്നു. ഗുഡ് മോർണിംഗ്. ജലീൽ മാസ്റ്റർ റെഡി അല്ലേ? റെഡി 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 ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കോഫി ടോക്ക് 7 AM program hosted by JC നിലമ്പൂർ, ഗോൾഡൻ വാലി ഡാഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് കോൾ ടു ഓർഡർ. ഇന്ന് ഒരു പുതിയ വർഷം, ജൂൺ 1, സ്കൂളുകളൊക്കെ തുറക്കുന്ന ദിവസമാണ്. എല്ലാ ടീച്ചേഴ്സൊക്കെ തിരക്കായിരിക്കും, അതുപോലെ തന്നെ നമ്മളെ പാരൻസും തിരക്കായിരിക്കും. എന്നാലും എല്ലാവരും ഇതിൽ വരുന്ന മിക്കവാറും ആളുകളൊക്കെ പ്രസന്റ് ആണ് ഇന്നത്തെ ദിവസം. എല്ലാവർക്കും ഒരു പ്രവേശന ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ തിരക്കിലായതുകൊണ്ട് എല്ലാവർക്കും ഒരു ആഘോഷ വേളകൾ നേരുകയാണ്. എന്തായാലും ഇന്നത്തെ വെൽക്കം സ്പീച്ചിന് ഒരു അധ്യാപകനായ ജലീൽ സാറിനെ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. മോസ്റ്റ് റെസ്പെക്ടഡ് ചെയർമാൻ ആൻഡ് മോസ്റ്റ് റെസ്പെക്ടഡ് ഗസ്റ്റ് ആൻഡ് ഓൾ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. നമ്മള് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഇടം പിടിക്കാവുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 901 ദിവസം ഇങ്ങനെ കൺസിസ്റ്റൻസിയോട് കൂടി പോവാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. മാത്രമല്ല, പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഇതിലെ ഫീഡ്ബാക്കുകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം കൃത്യമായിട്ട് വ്യക്തമാവും. കാരണം ഓരോരുത്തരിലും അവരുടെ ക്യാരക്ടറിൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ചേഞ്ച് ഉണ്ടായി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത്രയും മനോഹരമാണ്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഒരു അനിവാര്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. നമ്മുടെ മനസ്സിൽ ഒരു മാറ്റൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എന്തായാലും മാത്രമല്ല, ഇതിലെ പാർട്ടിസിപ്പൻസ് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു എന്നുള്ളത് തന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം നമുക്ക് എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന റിട്ടയർഡ് ടീച്ചർ, കാരണം അനുഭവ സമ്പത്തുമായിട്ടാണ് എലിസബത്ത് സൂസൻ മാം നമ്മുടെ അടുത്തേക്ക് ഇന്ന് വരുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആവും നമുക്കിന്ന് സമ്മാനിക്കാം. മാമിനെ വളരെ ഹൃദ്യമായി ഈ കോഫി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കഴിവുള്ള, ഒരുപാട് പ്രൊഫൈലുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ എലിസബത്ത് സൂസൻ മാം. അതുകൊണ്ട് ഏറ്റവും മനോഹരമായി ട്രെയിനിങ് ചെയ്യാൻ മാമിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ചെയർമാൻ മനോജേട്ടനാണ്. നമുക്കറിയാം, ഈ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പിന്നിലെ ഒരു ടീം വർക്ക് എന്തായാലും അനിവാര്യമാണ്. ആ ടീമിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു കണ്ണിയാണ് നമ്മളെ മനോജ് സാറ് കൃത്യമായിട്ട് ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ വളരെ തുടക്കം മുതൽ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഇഷാം സാറിനെയും, അതുപോലെ തന്നെ നമ്മുടെ വളാഞ്ചേരി ചാപ്റ്റർ മുതൽ തന്നെ നിലമ്പൂർ ചാപ്റ്റർ ഇതിനെ സ്പോൺസർ ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സിലെ പ്രസിഡന്റുമാര്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും, ഇതിലെ ഓരോരുത്തരും വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളാണ്. അതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ക്രിറ്റിസൈസ് ചെയ്യുന്നിടത്ത് ക്രിറ്റിസൈസും, അതിനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായി എടുത്തുകൊണ്ട് വളരെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ കൊണ്ടുപോകുന്ന എല്ലാവരെയും, ഇതിൽ പങ്കെടുക്കുന്ന, രാവിലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ മനു സാർ. ഓക്കെ, താങ്ക് യു ജലീൽ മാഷെ. ശരിക്കും പറഞ്ഞാൽ മാഷെ പോലുള്ള അധ്യാപകരെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു അധ്യാപകരിൽ ഒരാളാണ് ജലീൽ മാഷ്. നമ്മുടെ ഫ്ലോറിന്റെ തന്നെ ഒരു അഭിമാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൃത്യമായി ട്രെയിനിങ്ങുകളൊക്കെ കണ്ടിട്ട് അതിനെ നല്ല രീതിയിൽ വിലയിരുത്താനും മാഷ്ക്ക് അറിയാം. എന്തായാലും മാഷെ, വെൽക്കം സ്പീച്ച് പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് നമ്മുടെ ട്രെയിനർ
നമ്മിങ്ങില് ഇന്നത്തെ ട്രെയിനറായി വന്നിരിക്കുന്നത് നമ്മളുടെ തന്നെ സ്ഥിരം ഒരു പാർട്ടിസിപ്പന്റ് തന്നെയാണ് എലിസബത്ത് സൂസൻ. റിട്ടയർഡ് ടീച്ചറാണ് അവർ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ട്രെയിനർ, എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്, കൂടാതെ NLP മാസ്റ്റർ പ്രാക്ടീഷണറാണ്. എന്തായാലും ഇന്നത്തെ ഒരു സെഷൻ വേൾഡ് ദാറ്റ് ഷേപ്പ് ലൈഫ്, വാക്കുകളെ ലോകം മോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നോ അല്ലെ എന്തൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ എടുക്കുവാൻ സൂസൻ മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. Thank you very much, sir. Thank you for a wonderful introduction. ഇന്ന് 7am കോഫി ക്ലബിന്റെ 901 എപ്പിസോഡിൽ ഇവിടെ ഒരു സെഷൻ എടുക്കാനായിട്ട് ലഭിച്ച ഈ അവസരം വളരെ സ്പെഷ്യലായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ശരിക്കും ഞാൻ ഈ ഫ്ലോറിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഞാനത് വന്നതിന് ശേഷം എനിക്കത് വളരെ നന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു എനർജി, നല്ലൊരു ഫീലാണ് തരുന്നത്. അപ്പോൾ ഇതിലെ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ സെഷൻ എടുക്കാനായിട്ട് തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു മനോജ് സാറിനും. അതുപോലെ ഈ പ്ലാറ്റ്ഫോം വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതായത് JCI വളാഞ്ചേരി റോയൽസിന്റെ പ്രസിഡന്റ് നിതിൻ സാറിനും, അതുപോലെ നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫഡിൽസിന്റെ ജിനി സാംസൺ മാമിനും, അതുപോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോ കോർഡിനേറ്റേഴ്സിന് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു, ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായിട്ട്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, ഞാൻ ഇതിലേക്ക് വന്നത് അംബിക മാമിന്റെ അംബിക മാമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. സോ അംബിക മാമിന് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യുവാണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഒന്നില്ലല്ലോ, ഒരു സെക്കൻഡ്. ഷെയർ ഷെയർ ബട്ടൺ കാണുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? റെക്കോർഡ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലാപ്ടോപ്പിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ലാപ്ടോപ്പിലാണ് കയറിയിരിക്കുന്നത്. അതില് ഒരു മിനിറ്റ്. ഞാൻ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തപ്പോ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, റൈസ് ഹാൻഡ്, പാർട്ടിസിപ്പന്റ്, സ്റ്റാർട്ട് ഷെയർ, സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഒക്കെ വരുന്നില്ലേ? ഷെയർ എന്നുള്ള ഒരു ഇത് വന്നിരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇത് ഷെയർ ചെയ്തതുമാണ്. പക്ഷെ ഈ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം ഷെയർ എന്നുള്ള ഒരു ബട്ടൺ PPT ഓൺ ആക്കുമ്പം കാണുന്നില്ല. അതാണ് ഒരു അല്ല, PPT ഓൺ ചെയ്യുമ്പോ PPT സാധാരണ പോലെ ഓൺ ചെയ്താൽ മതി. ആദ്യം സ്റ്റാർട്ട് ഷെയർ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ PPT ഓൺ ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാം. അങ്ങനെയാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതുമാണ്. ഇറ്റ് വാസ് ഫൈൻ. പക്ഷെ എന്താണ്, ഒറ്റ സെക്കൻഡ് കൂടെ ഞാനൊന്ന് നോക്കട്ടെ, അല്ലെ പിന്നെ ഇനി PPT ഇല്ല എന്ന് പറയാം. നോക്കാം, ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. സോറി അബൌട്ട് ദ ഡിലേ എവരിബഡി. Anyway, ഞാനിത് ഷെയർ ചെയ്യുന്നത് സമയത്ത് I'll start talking because I know that it is delaying everybody. അപ്പോൾ ഇന്ന് എൻ്റെ ടോക്ക്, in the meantime I will try and get it.
ഇന്നത്തെ എന്റെ ടോപ്പിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ആ, വേർഡ്സ് ദാറ്റ് ഷേപ്പ് വേർഡ്സ് ലൈഫ്. ദാറ്റ് ഷേപ്പ് ലൈഫ് എന്നുള്ളതാണ്. നമ്മളുടെ വാക്കുകൾ വലിയ ശക്തിയുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം. ഓക്കെ, ഫോർ സം റീസൺ ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എന്താണ് ഇതിന്റെ ഗ്ലിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ അല്ല മാം, ഒന്ന് ഓക്കെ സ്റ്റാർട്ട്, ഒരു മിനിറ്റ് ഒന്നുകൂടെ ബിഗിനിങ് സ്റ്റേജിലേക്ക് ഒന്ന് പോയിക്കോളൂ. ഷെയർ ബട്ടൺ കാണുന്നുണ്ടോ? യെസ്, ഷെയർ ബട്ടൺ ഷെയർ കാണുന്നുണ്ട്. അമർത്തി ഒന്ന് അമർത്തി ക്ലിക്ക് ചെയ്തത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ PPT അതിൽ സെലക്ട് ക്ലിക്ക് ചെയ്താൽ ചെയ്യുന്നിടത്തോട്ട് പോയി. ഞങ്ങൾക്ക് കാണാനുള്ള നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. എന്നിട്ട് ഞാൻ PPT ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ PPT ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷെയർ എന്നുള്ള ഒരു ബട്ടൺ വീണ്ടും കാണിക്കണമല്ലോ. അതാണ് ഇവിടെ കാണിക്കാത്തത്. സാരമില്ല, കുഴപ്പമില്ല. ഐ ജസ്റ്റ് സ്റ്റോപ്പ് വിത്തൗട്ട് ഇറ്റ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ടു മച്ച് ടൈം. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. മാം അല്ലെങ്കിൽ മനോജ് സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കുക, സാറ് ഷെയർ ചെയ്തോളൂ. എങ്ങനെ അല്ല, എങ്ങനെ ഇത് സെൻഡ് ചെയ്യും? ഞാൻ മൊബൈലിലാണ്. മറ്റേ സാറിന് ഷെയർ ചെയ്താലോ? നമ്മുടെ ആളിനി മൊബൈലാണ്. ആള് നോട്ട്, ഒരു മിനിറ്റ്. അല്ല, പുള്ളി ഉസ്മാൻ ഭായ്, തിരക്കാന്ന് പറഞ്ഞല്ലോ. പുള്ളി തിരക്കാന്ന് പറഞ്ഞില്ലേ ഇന്ന്? ഉസ്മാൻ ഭായ്. ഉസ്മാൻ ബിസിയാണ്, നല്ല തിരക്കാണ് സാർ, സോറി. മാം അല്ലെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്തു, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഹൗ ഡു ഐ പബ്ലിക് സെൻഡ്? ഹോളിഡേ ആണ് ഇന്നലേക്ക് ഇവിടെ. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? മൊബൈലില് വാട്സാപ്പിൽ വാട്സാപ്പിൽ അങ്ങ് സെൻഡ് ചെയ്താൽ മതി. ആരാ ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്? ആരാ? അബ്ദുൾ റസാഖ്. റസാഖ് സാറാണോ? അതെ. അതെ അതെ അതെ. മാം, ഒന്നുകിൽ അവർക്ക് സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ വാട്സാപ്പ് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാ സോറി കേട്ടോ. എങ്ങനെയാ ഇത് സെൻഡ് ചെയ്യുന്നത്? വാട്സാപ്പ് എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് ആ ഫയൽ സെലക്ട്, അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, മാം വീഡിയോ ഓഫ് ചെയ്യാം. എന്നിട്ട് മാമിന്റെ പ്രൊഫൈലിന് വേറെ ഇതുണ്ടല്ലോ, ഈ ഫയൽ പ്രൊഫൈൽ ആക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കാണിക്കേണ്ട, വീഡിയോ ഓഫ് ചെയ്തിട്ട് മാം പറഞ്ഞാലും മതി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ആക്ച്വലി കുഴപ്പമില്ല. ഓക്കെ, ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് ഗോ വിത്തൗട്ട് ദ PPT. നോ പ്രോബ്ലം. PPT കാണിക്കാൻ മാം എത്ര ഡിലേ ആയാലും പ്രശ്നമല്ല. 8 മണി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകും. ഇറ്റ് സോ ഫ്രസ്ട്രേറ്റിംഗ് ദോ. ഞാനിതിപ്പോ പല പ്രാവശ്യം ട്രൈ ചെയ്ത് മുഴക്കി ചെയ്തതുമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്ലിച്ച് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാകത്തില്ല. ബട്ട് എനിവേ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്ലിച്ചുകളൊന്നും വരാറില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് വേണം, വന്നേ പറ്റുള്ള. എല്ലാ കാര്യങ്ങളും പോകുന്നില്ല. ഞാൻ ലാപ്ടോപ്പിലാണ്. അപ്പം ഷെയർ കൊടുക്കുമ്പോ ഷെയർ സ്ക്രീൻ വരുന്നില്ല. ഷെയർ കൊടുക്കുമ്പം ഞാൻ ഷെയറെ ക്ലിക്ക് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി അത് നമ്മൾ ഫയൽ സെലക്ട് ചെയ്യത്തില്ലേ, അവിടെയോട്ട് പോകുന്നുണ്ട്. അല്ല, ഷെയർ സ്ക്രീൻ വരുന്നില്ല. ഷെയർ സ്ക്രീൻ ഷെയർ കൊടുക്കുമ്പോ ഇമ്മീഡിയറ്റ്ലി മറ്റിടത്തോട്ട് പോവുക ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ലാപ്പിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പോസ്റ്റ് ആക്കാം. അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അല്ല, ഞാൻ വേണമെങ്കിൽ കേറാം, പക്ഷെ എന്റെ കയ്യിലില്ല, ഇതില്ല. ആ ഡോക്യുമെന്റ് ഒന്ന് മെയിൽ ചെയ്യാവോ? അല്ലെങ്കിൽ വാട്സാപ്പിൽ അയക്കോ? ഞാൻ മെയിൽ ചെയ്യാം. സാറിന് ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ചേട്ടാ, പബ്ലിക് ഹോളിഡേ ആകാൻ കാരണേ കൊച്ചു You know what? It's okay. It's okay. Don't worry. I feel so bad. ഇതിങ്ങനെ ഇത്രയും ഡിലേ ആയി പോകുന്നു. കുഴപ്പമില്ല. Don't worry about the sharing. എന്താണ് കണ്ടന്റ് അത് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ വേണം. അതെ അതെ, തീർച്ചയായിട്ടും. അതാ സോ സ്ട്രേഞ്ച്. നേരത്തെ ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. So I'm so sorry about not having that. Okay. You can move forward. Yeah. ഏതായാലും എനിക്ക് വേർഡ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ശക്തമായ നമ്മുടെ വാക്കുകൾ,
നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ കരിയറിനെ, നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം ഒരു കഥയിൽ കൂടി ഒന്ന് സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു അന്ധനായ മനുഷ്യൻ ഒരു തിരക്കേറിയ ഒരു നഗരത്തില് ഒരു കെട്ടിടത്തിന്റെ പടിയിൽ പുള്ളിയുടെ ഒരു പാത്രവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭിക്ഷ യാചിച്ചുകൊണ്ട്. അപ്പോൾ അനേകം പേർ അതിലെ കടന്നു പോകുന്നുണ്ട്. രാവിലെ മോർണിംഗ് ടൈമിൽ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിൽ അതിലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാത്രത്തില് പൈസ ഒന്നും വന്ന് വീഴുന്നില്ല. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഈ ആള് ഈ പാത്രം മാത്രമല്ല, ഒരു സൈൻ ബോർഡും പുള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ട്. അതിൽ എഴുതി ഇരിക്കുന്നത് ഞാൻ അന്ധനാണ്, എന്നെ സഹായിക്കൂ എന്നുള്ളതാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്നു. ഈ ലേഡിയുടെ പോക്കറ്റിൽ നിന്ന് പുള്ളിക്കാരി തുട്ടുകൾ എടുത്ത് കുറച്ച് പൈസ എടുത്ത് ഈ പാത്രത്തിലിട്ടു. കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിക്കാരി ഈ ബോർഡ് മനസ്സിലാക്കി. അപ്പൊ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന പുള്ളിക്കാരി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആ ബോർഡ് എടുത്തിട്ട് അത് ഒന്ന് തിരുത്തി എഴുതിയിട്ട് എല്ലാവർക്കും കാണത്തക്ക പോലെ അവിടെ വെച്ചു. തിരിച്ചു വെച്ചിട്ട് പുള്ളിക്കാരി നടന്നുപോയി. താമസിയാതെ തന്നെ ഈ പാത്രത്തിൽ പൈസ വന്ന് വീണ് നിറയാൻ തുടങ്ങി. അനേകം പേർ ഇയാൾക്ക് പണം കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ ഈ ലേഡി തിരിച്ചു പോയപ്പോൾ അതിലെ വന്ന് പുള്ളിയുടെ അടുത്ത് വന്നു. ഈ അന്ധനായതുകൊണ്ട് പുള്ളി ഈ ലേഡിയുടെ കാലില് തൊട്ട് നോക്കി, ചെരുപ്പിൽ തൊട്ട് നോക്കിയപ്പോ മനസ്സിലായി രാവിലെ വന്ന ലേഡി തന്നെയാണെന്ന്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നത്? നിങ്ങൾ എന്താണ് എൻ്റെ ബോർഡിൽ എഴുതിയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ ലേഡി പറഞ്ഞു, ഞാൻ സത്യമായ കാര്യം മാത്രമാണ് എഴുതിയത്. നിങ്ങൾ എഴുതിയതിനെ ഞാനൊന്ന് വേറെ രീതിയിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലേഡി എഴുതിയിരുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഐ കാൺ സീ ഇറ്റ്. അതായത് ഇത് മനോഹരമായ ഒരു ദിവസമാണ്, പക്ഷെ എനിക്ക് അത് കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ട് എഴുത്തും എഴുത്തും ഒരുപോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആദ്യം എഴുതിയിരുന്നതും രണ്ടാമത് എഴുതിയിരുന്നതും? ആദ്യം എഴുതിയിരുന്നതിലും തീർച്ചയായും ആ ആൾ അന്ധനാണെന്ന് എഴുതിയിട്ടുണ്ട്, അത് സത്യമായ കാര്യം തന്നെയാണ്. എന്നാൽ രണ്ടാമത് എഴുതിയതിനകത്ത് ആൾക്കാർക്ക് അവർ അന്ധരല്ലാത്തത് കൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ബോർഡ് അങ്ങനെ വളരെ പ്രയോജനകരമായിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാക്കുകളുടെ ആ ഒരു ശക്തി വളരെ കൂടുതലാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. സോ വാക്കുകളുടെ പ്രയോഗമാണ് അതിനെ ശക്തമാക്കുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് ശക്തമായിട്ട് മാറുന്നത്. നമുക്ക് കാണാം, മഹാന്മാരായ ആൾക്കാരൊക്കെ അവരുടെ അണികളെ ചേർത്ത് നിർത്തുന്നതും അവരെ ശക്തരാക്കുന്നതും അവരെ കൂടെ കൊണ്ടു നടക്കുന്നതും എങ്ങനെയാണ്? അവരുടെ വാക് സാമർഥ്യം കൊണ്ട്, അല്ലെ? അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ വാക് സാമർഥ്യം, അല്ലെങ്കിൽ വാക് സാമർഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ അത് ഉപയോഗിക്കുന്നതിലുമാണ് നമ്മുടെ ജീവിതം ശക്തമാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 വാക്കുകളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് വൺ ലെറ്റർ വേർഡാണ്. ഇതിങ്ങനെ 1, 2, 3 അങ്ങനെ 10 ലെറ്റർ വരെ പോകും. ഓക്കെ, അപ്പൊ ആദ്യത്തേത് 1 ലെറ്റർ വേർഡ് ഐ എന്നുള്ളതാണ്. അതായത് ഞാൻ, ഐ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും ഐയിലേക്ക് ഒതുങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ? കാരണം ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ ഐ എന്നുള്ളത്. ഇപ്പോൾ കൂടുതലും സെൽഫി കൾച്ചർ ആണല്ലോ നമ്മൾ കാണുന്നത്. ഞാൻ, എൻ്റെ ലൈക്ക്, എൻ്റെ അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ എൻ്റെ സക്സസ്, എൻ്റെ ഇമേജ്, എൻ്റെ സ്റ്റാറ്റസ്, അല്ലെ എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എൻ്റെ ഒപ്പീനിയൻ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ സെൽഫ് സെന്റേർഡായിട്ട് മാറാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഐ എന്നുള്ളത് എനിക്ക് എൻ്റെ നമുക്ക് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോരുത്തരും യുണീക്കും ഇമ്പോർട്ടൻറ്റും ആണ്. എന്നാൽ
മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മളെ തന്നെ തീർച്ചയായും സ്നേഹിക്കണം, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ നമ്മളെ സ്നേഹിക്കണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് മാത്രം ഒതുങ്ങാതിരിക്കുക, നമ്മൾ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുകയും അവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും ആവശ്യമാണ്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സെൽഫിഷ് വേർഡ് എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തേതാണ്, അതിന് 2 അക്ഷരമുണ്ട്. രണ്ടാമത്തേതാണ് വി എന്നുള്ളത്. അതായത് എങ്ങനെയാണ് ഈ ഐയിൽ നിന്ന് നമ്മൾ വിയിലേക്ക് കിടക്കുന്നത് എന്നുള്ളതാണ്. കാരണം വി എന്ന് പറയുമ്പോഴത്തേന് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഐയിൽ നിന്ന് വിയിലേക്ക് കിടക്കുന്നത്? അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ, അവരുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കുറെ ബലൂൺ കൊടുത്തു. എന്നിട്ട് ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബലൂണിൽ ഓരോരുത്തരും അവരവരുടെ പേരെഴുതിയിട്ട് ഇത് വീർപ്പിച്ചിട്ട് നിങ്ങളിത് പറത്തി വിടണം. അപ്പോൾ ഇപ്പോൾ കുട്ടികളെല്ലാം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഈ ബലൂൺ എടുത്ത് അവരുടെ പേരൊക്കെ എഴുതി എന്നിട്ട് അത് കെട്ടി അത് അവർ പറത്തി വിട്ടു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്ന ബലൂൺ കണ്ടുപിടിച്ച് അവരവർ തന്നെ അവരവരുടെ ബലൂൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഓരോന്നും ഇതിന്റെ ബലൂണിന്റെ എല്ലാം പുറകെ ഓടി നടന്നെങ്കിലും അവരവരുടെ ബലൂൺ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉടനെ ടീച്ചർ വീണ്ടും ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബലൂൺ ആരുടെയാണോ ആ ആളിന്റെ കയ്യിലേക്ക് അത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ കുട്ടികൾ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ പെട്ടെന്ന് തന്നെ അത് എല്ലാവർക്കും ഓരോരുടെ ബലൂൺ കിട്ടാനിടയായി. അപ്പോൾ ടീച്ചർ അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ബലൂൺ മാത്രം തപ്പിയെടുക്കാൻ നോക്കിയപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമേ അതിൽ സന്തോഷം തരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ കയ്യിൽ കിട്ടിയ ബലൂൺ മറ്റുള്ളവരിലേക്ക് കൊടുത്തപ്പോൾ അത് അവർക്കും നല്ല സന്തോഷം കൊടുത്തു, നിങ്ങൾക്ക് ആ സന്തോഷം പങ്കുവെക്കാനും സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു പങ്കുവെക്കലിൽ കൂടെ ഈ സന്തോഷം കൂടുതലായിട്ട് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതിനൊരു സൈക്കോളജിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്, നമുക്കറിയാം അല്ലേ അതിന്റെ പുറകിൽ. അതായത് നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലോ, ഓക്സിറ്റോസിൻ, ഹാപ്പിനെസ് ഹോർമോൺ. ഈ ഹോർമോൺ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സന്തോഷം കൂടുതലായിട്ടുണ്ടാകും. നമ്മളെ അത് ഒരു കാമാക്കുകയും നമ്മൾക്കൊരു നല്ല ഫീലിങ്ങും കാമാക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ റിലേഷൻഷിപ്പും സ്നേഹ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. സോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഐയിൽ നിന്ന് വി എന്നുള്ള ഒരു ഒന്നിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും കടക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ കറണ്ട് ജനറേഷനിൽ എന്താണ്, വളരെ കുറവായിട്ടാണ് നമ്മൾ ഇന്ററാക്ഷൻസ് ഒക്കെ കാണുന്നത്. ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. ടീം വർക്കും പിന്നെ റിയൽ കോൺവെർസേഷൻസും ഒക്കെ കുറവാണ്. എല്ലാവരും അവരവരുടെ മൊബൈൽ, അത് വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണിലേക്കും, അത് കുട്ടികൾ മാത്രമല്ല വലിയവരാണെങ്കിലും ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരുമിച്ചിരുന്നാലും എല്ലാവരുടെയും കയ്യിൽ ഓരോ ഗാഡ്ജറ്റ്സ് ഒക്കെ കാണും. അപ്പം അവരവരിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ വി എന്നുള്ള ആ ഒരു തിങ്കിങ്ങിലേക്ക്, ഞാൻ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ കോൺഫിഡൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും തുടങ്ങും. കാരണം നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയാണല്ലോ. സോ എന്നിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്, എന്നെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ നമുക്കും കൂടുതലായിട്ട് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇനി മൂന്നാമത്തേതാണ് 3 letter വേർഡ്. അതായത് ദ മോസ്റ്റ് പോയിസണസ് 3 letter വേർഡ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈഗോ എന്നുള്ളത്. ഈ ഈഗോ ഒരു വില്ലൻ തന്നെയാണ്, നമുക്കറിയാം അല്ലേ. കാരണം ഇത് മൂലം എത്രയോ വിവാഹ ബന്ധങ്ങളും പലതരം റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും ഒക്കെ മുറിഞ്ഞു പോകാനായിട്ട് ഇടയാകും, അല്ലെങ്കിൽ അതിനെയൊക്കെ മോശമാക്കാനായിട്ട് ഇടയാകുന്ന ഒരു കാര്യം. അതിന്റെ പുറകിൽ എന്താണ്? എല്ലാവർക്കും ഐ വാണ്ട് ടു ബി അണ്ടർസ്റ്റുഡ്, എല്ലാവരും എന്നെ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് വാണ്ട് ടു ബി അണ്ടർസ്റ്റുഡ്, എനിക്ക് അതിനുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. കൂടുതൽ എല്ലാവരും എന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം, ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ എന്നോടൊന്നും പറയാനും പഠിപ്പിക്കാനും വരണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എനിക്കെല്ലാം അറിയാം, പിന്നെ ഞാൻ ഇനി എന്ത് പഠിക്കാനാ? അപ്പോൾ ആ ഒരു മനോഭാവമൊക്കെ നമ്മൾ മാറ്റിയിട്ട് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ, ഇപ്പൊ നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പം അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നൊക്കെ നമ്മളത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്താൽ അത് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പിന്നെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ, അതായത് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഈഗോ ഉള്ള ആൾക്ക് ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്
വലിയ ബുദ്ധിമുട്ടാകും. അപ്പം അതുമൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈഗോയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. നോളജ് ഗ്രോസ് വെൻ ഈഗോ ബൗസ് എന്നാണ് പറയുന്നത്. ഈഗോ ഒന്ന് തല കുനിക്കുമ്പോഴാണ് നോളജ് എന്നുള്ളത് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതാണ് 4 ലെറ്റർ വേർഡ്, അതായത് ദ മോസ്റ്റ് യൂസ്ഡ് 4 ലെറ്റർ വേർഡ് എന്തായിരിക്കും? ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ദ മോസ്റ്റ് യൂസ്ഡ് 4 ലെറ്റർ വേർഡ്, ഒരു വൈൽഡ് ഗസ് തരുമോ ആരെങ്കിലും? ലവ് ആണോ? തീർച്ചയായിട്ടും സർ, ദാറ്റ് ഈസ് വെരി കറക്റ്റ്. ലവ് എന്നുള്ളതാണ്. ഈ ലവ് എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മുടെ ചുറ്റും വളരെയധികം കാണുന്നതാണ് അല്ലെ. ഈ ഹാർട്ട് എന്നുള്ളത് എവിടെയും കാണാം, ഫീഡ്ബാക്ക് കൊടുക്കുന്നിടത്തും വാട്സാപ്പിലും എല്ലാം ഏറ്റവും അധികം കാണുന്ന ഒരു സംഭവമാണ് ഇത്. റൊമാൻസിൽ മാത്രമല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിലോ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, പലതരം സ്നേഹം ഉണ്ടെന്ന് പറയും അല്ലേ. അമ്മയും മക്കളുമായിട്ടുള്ള സ്നേഹം, അമ്മയും കുഞ്ഞുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ പാവനമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹം, ഇനി നമ്മൾ മറ്റുള്ള പെറ്റ്സിനോട്, മറ്റുള്ള ജീവജാലങ്ങളോട് എല്ലാത്തിനുമായിട്ട് നമ്മൾക്ക് ഒരു സ്നേഹം എന്നുള്ള ഒരു വികാരം ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ സ്നേഹം ഉണ്ടെങ്കിൽ വി ബിക്കം ഹൈലി കണക്റ്റഡ്, ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹൈലി ഡിസ്കണക്റ്റഡ് ആണ്, ഡിജിറ്റലി ആണ് എല്ലാവരും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അത് കാരണം ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയി പോകും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുമ്പോഴും അവരെ എൻകറേജ് ചെയ്യുമ്പോഴും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ അവരുടെ ലൈഫിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വികാരമാണ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. പലരും സ്നേഹം എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, എൻ്റെ മനസ്സിലുണ്ട്, അതവിടെ വയ്ക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, അപ്പന്മാരാണ് പൊതുവെ ഇത് പറഞ്ഞു കേൾക്കാറുള്ളത്, മക്കളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കും. അത് ഞാൻ ഒത്തിരി സ്നേഹം പ്രകടിപ്പിച്ചാൽ അത് പ്രശ്നമാകും എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തീർച്ചയായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ നല്ല രീതിയിൽ, അതായത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ. എല്ലാവരും സ്നേഹം മനസ്സിലാക്കുന്നത് ഒരേ രീതിയിലല്ല. അപ്പം ചിലർക്ക് എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കുന്നത് വലിയ സന്തോഷമായിരിക്കും, ചിലർക്കാണെങ്കിൽ അവരോടൊരു നല്ല വാക്ക് പറയുന്നത് ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് വലിയ സന്തോഷമായിരിക്കും, ചിലർക്ക് അവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ സ്നേഹം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ സ്നേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് മേക്ക് എ ഡിഫറൻസ്, വേൾഡ് ഓഫ് ഡിഫറൻസ് ഇൻ ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്. ഇനിയും 5ാമത്തെ വാക്കാണ്, ഒരു 5 ലെറ്റർ ഉള്ള വാക്ക്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്ലീസിങ് 5 ലെറ്റർ വേർഡ്. മനോജ് സർ ഒന്ന് ഗസ് ചെയ്യുന്നോ എന്തായിരിക്കുമെന്ന്? സർ ഫോണിലാന്ന് തോന്നല്ലേ? യെസ്, ദാറ്റ്സ് റൈറ്റ്. മോസ്റ്റ് പ്ലീസിങ് 5 ലെറ്റർ വേർഡ് എന്ന് പറയുന്നത് സ്മൈലാണ്. നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ വ്യത്യാസം വരുത്താൻ പറ്റും. മറ്റുള്ളവരുടെ നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു എൻവയൺമെന്റിൽ വലിയൊരു വ്യത്യാസം വരുത്താൻ പറ്റും അല്ലേ. നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പലരും ഉണ്ട്, പക്ഷെ എല്ലാവരും ഗൗരവത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു അസ്വസ്ഥതയാണ് അല്ലേ. അതേസമയത്ത് നമ്മളെ ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകും അല്ലെ. ഇറ്റ് ഈസ് വെരി പ്ലീസിങ്. കാരണം നമ്മൾ അങ്ങനെ ഒരു ചിരിച്ച മുഖം കാണുമ്പോൾ നമ്മുടെ പേടിയൊക്കെ ഓടിയകലും, നമുക്കൊരു വിശ്വാസ്യതയൊക്കെ ബിൽഡാവും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്. ഒരു നല്ല വാമായിട്ടുള്ള ഒരു സ്മൈല് നമ്മളെ അത് കാമാക്കും, നമുക്ക് നല്ല എനർജി തരും. അതൊക്കെ വളരെ നല്ല ഒരു ഹാബിറ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫേസ് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാൽ ഇഷ്ടംപോലെ ഈ സ്മൈലീസ് കാണാം, ചിരിക്കുന്ന സ്മൈലി. അതാണ് ഏറ്റവും ഇങ്ങനെ പറന്ന് നടക്കുന്നത്. പക്ഷെ അത് ശരിയായ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്മൈൽ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്മൈൽ ആണെങ്കിലാണ് ഇമോഷണൽ മെഡിസിൻ ആയിട്ട് നമുക്ക് മാറുന്നത്. അത് നമ്മളെ ഒന്ന് ശാന്തമാക്കാനും നമ്മൾക്കൊരു നല്ല രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഒരു ഫീലൊക്കെ കിട്ടാനായിട്ട് ഒരു ചിരി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് 6ാമത്തെ വാക്ക്, ഇച്ചിരി കട്ടിയുള്ള വാക്കാണ്. അതായത് ഗോസിപ്പ്. ദ ഫാസ്റ്റസ്റ്റ് സ്പ്രെഡിങ് 6 ലെറ്റർ വേർഡ് ആണ് ഗോസിപ്പ്. ഗോസിപ്പ് അല്ലെ റൂമർ, രണ്ടും ഒരുപോലെയാണ്. ഇത് സത്യം സ്പ്രെഡ് ചെയ്യുന്നതിനെക്കാട്ടിലും
ഏറ്റവും സ്പീഡിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലേ? ഫാസ്റ്റർ ദൻ ട്രൂത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്നത്. ഏറ്റവും ധൃതിയിൽ തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ ചേർത്ത് വെച്ച് ഞാനൊരു കഥ പറയാം. 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാർ വളരെ ക്ലോസ് ആയിരുന്നു, വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നവരാണ്. ഇതിനിടയ്ക്ക് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളിനെ പറ്റി ഒരു ഗോസിപ്പ് കേട്ടു. അപ്പോൾ അത് ഈ ഒന്നാമത്തെ ആളെ ഇതങ്ങ് സ്പ്രെഡ് ചെയ്യാനിടയായി. ഇത് വേറൊരാളോട് പറഞ്ഞു, ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു അതങ്ങനെ അങ്ങ് പറഞ്ഞ് സ്പ്രെഡായി. രണ്ടാമത്തെ ആളിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കത്തക്ക പോലെ വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് പോയി. പിന്നീട് അത് മനസ്സിലായി അത് സത്യമല്ലായിരുന്നു, ഉള്ള കാര്യമല്ല പറഞ്ഞ്. പക്ഷെ എന്ത് ചെയ്യാനൊക്കും, ഓൾറെഡി അത് സ്പ്രെഡായി വളരെയധികം ഡാമേജ് ഉണ്ടാക്കി. അപ്പൊ ഈ രണ്ടാമത്തെ നമുക്ക് വളരെ സങ്കടവും പ്രയാസവും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഈ ഒന്നാമത്തെ ആള് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കൂട്ടുകാരനെ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇത് വലിയൊരു പ്രശ്നമായി, എനിക്കും വളരെ സങ്കടമുണ്ട്. കൂട്ടുകാരനോട് ഞാൻ സോറി ഒക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും അതിന് വലിയ ഇഫക്റ്റ് ഒന്നും ഇല്ല എന്ന്, അത് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ ചെന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നീ അത് കീറിയിട്ട് നീ അത് പറത്തി വിടാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് എന്തിനായിരിക്കും എന്നോട് ഇങ്ങനെ പറയുന്നത്, സാരമില്ല, ഏതായാലും ഗുരു പറഞ്ഞതല്ലേ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് ഈ പേപ്പർ എടുത്ത് കീറി ചെറിയ പീസാക്കി പറത്തി വിട്ടു. തിരിച്ച് വരാനാ പറഞ്ഞിരുന്നത്. അപ്പോൾ തിരിച്ച് ഗുരുവിന്റെ അടുത്ത് വന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഓക്കെ ഗുരു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഇനി ആ പേപ്പർ മുഴുവൻ തിരികെ പെറുക്കി എടുത്തോണ്ട് വരണം. അപ്പോൾ ആള് പറഞ്ഞു, അതെങ്ങനെയൊക്കും, ഞാനത് മുഴുവൻ പറത്തി വിട്ടു, അത് എല്ലായിടത്തും പോയി, അത് ഓടയിലും അവിടെ ഇവിടെ എല്ലാം പറന്ന് കാറ്റത്ത് പറന്നും ഒക്കെ പോയി, എനിക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് നീ സ്പ്രെഡ് ചെയ്യുന്ന ഗോസിപ്പോ റൂമറോ ഒക്കെ ഇതുപോലെയുള്ള ഡാമേജ് ആണ് ചെയ്യുന്നത്. നമ്മള് അത് വളരെയധികം സ്പീഡിൽ അത് സ്പ്രെഡായി പോകും, നമ്മൾക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ സോറി പറഞ്ഞാലും റിഗ്രറ്റ് ചെയ്താലും ഒക്കെ അത് ഫുള്ളായിട്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഗോസിപ്പും റൂമറും ഒക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നമ്മൾക്കറിയാം, ഗ്ലിറ്റർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ തിളങ്ങുന്ന പീസസ് അല്ലെ, അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്താൽ വളരെ കാണാനൊക്കെ ഭംഗിയായിരിക്കും, അതിങ്ങനെ പറന്നു പോകും. പക്ഷെ അത് എപ്പോഴേലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതെല്ലാം അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് അത് അവിടെ എവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നത് ആരെ പറ്റിയാണോ പറയുന്നത് അത് അവർക്ക് വളരെയധികം ഡാമേജും അവരുടെ മനസ്സിലും ജീവിതത്തിലും ഒക്കെ വലിയ ദുഃഖം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഒരു കാര്യം കിട്ടിയാൽ നമ്മളത് പെട്ടെന്ന് വാട്സാപ്പിൽ നമ്മളത് ഫോർവേഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എഡിറ്റഡ് ആയിട്ടുള്ള റീൽസ് സോഷ്യൽ മീഡിയയിൽ അസംഷൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കി അങ്ങ് ഒരു നറേറ്റീവ്സ് ഒക്കെ ഇടും, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫേക്ക് ആയിട്ടുള്ള ന്യൂസ്, ഇതൊക്കെ ഒത്തിരി ഡാമേജിങ് ആണെന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഫോർവേഡ് ചെയ്യാൻ. നമ്മളിതൊക്കെ ഫോർവേഡ് ചെയ്യുമ്പം ഒരു അക്രോണിം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് അതിനു മുമ്പ്, ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് എന്നുള്ളത്, അതായത് ടി എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ട്രൂ, ഇത് ശരിക്കും ഞാൻ ഈ പടച്ചു വിടുന്ന കാര്യം, അല്ലെ ഞാൻ ഈ ഫോർവേഡ് ചെയ്യുന്ന കാര്യം ഇത് ശരിക്കും സത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത് ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ, ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണോ, എന്നെയോ ഇത് കേൾക്കുന്ന ഇത് ആരെ പറ്റി ഞാൻ പറയുന്നു അവർക്കോ സമൂഹത്തിൽ ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആണോ? മൂന്നാമത്തേതാണ് ഇൻസ്പയറിങ്, ഇത് ആരെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുള്ള കാര്യമാണോ? ഇനി നാലാമത്തേത് നെസസറി, ഇത് ശരിക്കും ഞാനിത് ഫോർവേഡ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ടോ? അതും നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. പിന്നെ അവസാനത്തെ ലെറ്റർ ആണ് കെ എന്ന് പറയുന്നത് കൈൻഡ്. ഇസ് ഇറ്റ് കൈൻഡ് ഓഫ് മീ ടു ഡു ദിസ്, ശരിക്കും നമ്മൾ ഒരു ദയുള്ള ഒരു നല്ല പ്രവർത്തനമാണോ ഈ ചെയ്യുന്നത്, അതോ ഇത് ദോഷമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം തിങ്ക് എന്നുള്ള ഈ ഒരു ആക്രോണിം അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഏത് കാര്യവും ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. മറ്റുള്ളവരെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വാക്കുകൾ നമ്മൾ പടച്ചു വിട്ട് കഴിയുമ്പോൾ അത് മറ്റുള്ളവരെ എന്തും വേണം അവർക്കത് ദോഷമായി മാറുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതാണ് 7 ലെറ്റർ വേർഡ്, അതായത് ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് 7 ലെറ്റർ വേർഡ്. അതാർക്കെങ്കിലും പറയാമോ? ഏതായിരിക്കും മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് 7 ലെറ്റർ വേർഡ്? ഒരു ഗസ് തരുമോ? സക്സസ് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ,
സോ എങ്ങനെയാണ് ഈ സക്സസ് ഉണ്ടാകുന്നത്? മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് വേർഡ് ആണ് അല്ലേ? നമ്മൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കണം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചാലാണ് നമ്മൾക്ക് സക്സസ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും സക്സസ് വേണം, പക്ഷെ പെട്ടെന്ന് കിട്ടണമെന്നുള്ള ഒരു കാര്യമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഡിസിപ്ലിൻഡ് ആയിട്ട് അതിൽ നിലനിന്ന് വർക്ക് ചെയ്യാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് സക്സസ് വേണമെങ്കിൽ വി ഹാവ് ടു ബി പേഷ്യന്റ്. കാരണം സക്സസ് ഉണ്ടാകുമ്പോൾ വലിയ ബഹളത്തോടെ ഒന്നും ആയിരിക്കത്തില്ല, സൈലന്റ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്തെ ഇൻസ്റ്റന്റ് ഫെയിമും ഇൻസ്റ്റന്റ് മണിയും ഇൻസ്റ്റന്റ് റിസൾട്ടിന്റെ ഒക്കെ പുറകെ പോകാതെ തീർച്ചയായിട്ടും നമുക്ക് പല പല ഗോൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെ? അപ്പോൾ അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പേഷ്യൻസും സൈലന്റ് എഫേർട്ടും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നമ്മൾക്ക് സക്സസ് ഉണ്ടാകും. സക്സസ് ഈസ് റെയർലി ലൗഡ് വൈൽ ഇറ്റ്സ് ബീയിങ് ബിൽറ്റ് എന്നാണ് പറയുന്നത്. അതായത് സക്സസ് ഉണ്ടാകുന്ന ആ ഒരു പ്രവൃത്തിയിൽ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലായിട്ടും സൈലൻസ് ആയിരിക്കും. സൈലന്റ് ആയിട്ട് ആ പ്രവൃത്തിയിൽ നിലനിൽക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഒരു ബേണിംഗ് വേർഡാണ്. അതായത് ബേണിംഗ് 8 ലെറ്റർ വേർഡ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ജലസി എന്നുള്ളത്. ഈ ജലസി വളരെ ഒരു വില്ലനാണ് അല്ലെ? അത് നമ്മളെ കാർന്ന് തിന്നും. എങ്ങനെയാണ് ഈ ജലസി ഉണ്ടാകുന്നത്? കൂടുതലായിട്ടും ജലസി നമ്മളിലേക്ക് വരുന്ന കമ്പാരിസൺ മൂലമാണ്. മറ്റുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യും. ഇപ്പൊ നമ്മള് പൊതുവെ കണ്ടുവരുന്നതാണ്, മക്കളുടെ പരീക്ഷ മാർക്കൊക്കെ കൊണ്ട് പിള്ളേർ വരുമ്പം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിലോ എന്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ പറയും അടുത്ത കൂടെയുള്ള കുട്ടികൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടി, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നിനക്ക് ഇത് കിട്ടിയില്ല? സെയിം ടീച്ചർ തന്നെയല്ലേ നിന്നെ പഠിപ്പിക്കുന്നത്, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇത് നേടാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ട്? അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ചിലപ്പം മക്കളുമായിട്ട് കമ്പയർ ചെയ്യും, സിബ്ലിങ്സിനെ തമ്മിലുള്ള കമ്പാരിസൺ. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കമ്പാരിസൺസ് വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ ഈ കമ്പാരിസൺ അല്ല നമ്മൾക്ക് ആവശ്യം. ഇനി കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നോ അതും ഇന്നുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. കാരണം ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് എനിക്ക് എന്ത് ബെറ്റർ ആയിട്ടും ഇന്ന് നേടാൻ കഴിയും, ഇന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള കമ്പാരിസൺ ആണോ വരേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ ചെയ്യുന്നു അതിൽ ബെറ്റർ ആക്കി നാളെ എനിക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എവ്രിബഡി ഈസ് യുണീക്ക്. നമുക്കൊക്കെ അറിയാം എവ്രി വൺ ഈസ് യുണീക്ക്. അപ്പൊ ഈ യുണീക്ക് ആയിട്ടുള്ള ആൾക്കാർ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളൊക്കെ യുണീക്കാണ്, കമ്പാരിസന്റെ ഒരാവശ്യമില്ല. ഇനി അതല്ല, മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ജലസി തോന്നേണ്ട കാര്യമില്ല. കാരണം അവരുടെ സക്സസ് ഇറ്റ്സ് ഡിഫറെന്റ്, എനിക്ക് ആ ഒരു മേഖലയിലായിരിക്കില്ല. സോ അവരുടെ സക്സസിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ ഇനി അതല്ല, നമ്മുടെ ഗോളും സിമിലർ ഗോൾ ആണെങ്കിൽ അവരെങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് അവരിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഈ ജലസി നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ മറ്റുള്ളവരുടെ സക്സസിനെ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി 9ാമത്തേതാണ് 9 ലെറ്റർ വേർഡ്. മോസ്റ്റ് പവർഫുൾ 9 ലെറ്റർ വേർഡ് എന്നാണ് പറയുന്നത്. അതായത് നോളജ്. നൗ വി ആർ സറൗണ്ടഡ് ബൈ നോളജ് എവരിവെയർ അല്ലേ? ഒരു വിരൽ തൊട്ടാൽ മതി നമ്മൾക്ക് ലോകത്തുള്ള ഏത് ഇൻഫർമേഷൻ എവിടെയും എത്രയും പെട്ടെന്ന് കിട്ടും. അപ്പോൾ വി ആർ സറൗണ്ടഡ് ബൈ നോളജ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് ആണ്. നോളജിന്റെ കുറവൊന്നും ആർക്കും ഇല്ല, എല്ലാവർക്കും നല്ല നോളജ് ഉണ്ട്. പക്ഷെ വിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിസ്റ്റം റെയർ ആണെന്ന് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. പക്ഷെ അത് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് ആണ് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറുന്നത്. നമ്മൾ ആ കാര്യം എടുത്ത് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് നല്ലതോ ചീത്തയോ ആണെന്നൊക്കെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ പുതിയ അറിവുകളും ഒക്കെ നമ്മൾ നേടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്കതൊരു അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോഴാണ് ശരിക്കും അതൊരു വിസ്റ്റമായിട്ട് മാറുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ ഈ നോളജ് നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് വേണം. കാരണം ലൈഫ് ലോങ് ലേണിംഗ്, ഐ ബിലീവ് ഇൻ ലൈഫ് ലോങ് ലേണിംഗ്. കാരണം റിട്ടയർമെന്റ് കഴിഞ്ഞെങ്കിലും ഞാൻ അതിനെ റിട്ടയർമെന്റ് ആയിട്ട് കാണുന്നില്ല. ഐ മീൻ ഇൻ ടു കണ്ടിന്യൂസ് ലേണിംഗ്. എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്.
അപ്പം ലൈഫ് ലോങ് ലേണിംഗ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുറവ് വരുന്നില്ല. അത് ചെറിയ ഈ മക്കൾക്ക് തന്നെ നമ്മൾ ആ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഈവൻ അൻറ്റിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്. പഠിക്കുന്നതിലൂടെ നമുക്ക് നോളജ് കിട്ടും. അത് ഈ പഠിക്കുക എന്ന് പറയുന്നതിലൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസും തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അഡാപ്റ്റബിലിറ്റി അത്യാവശ്യമാണ്. പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ലിറ്ററസി. നമ്മളിപ്പം ഒരു റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ ഈ AI ഒന്നും ഇനിയിപ്പോ എന്നാ പഠിക്കാനാ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ഈ പ്ലാറ്റ്ഫോമുകളിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഞാൻ നേരത്തെ കോഴ്സ് എടുത്തതിൽ ഒരു ട്രെയിനിങ് കോഴ്സ് എടുത്തതിനകത്ത് കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി, അല്ലെങ്കിൽ വേറെ കുറേ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി. അവരിൽ നിന്ന് ഈ AI ഒക്കെ പഠിച്ചെടുക്കാൻ തീർച്ചയായും പറ്റി. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ മാത്രമേ സെർച്ച് ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പോൾ ജെമിനായി, ചാറ്റ് GPT, മെറ്റ ഇപ്പം ഉപയോഗം വളരെ കുറവാണ്. അതിലും കൂടുതൽ പിന്നെ നോട്ട്ബുക്ക് എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നമുക്ക് തീർച്ചയായിട്ട് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് ഇത് പഠിച്ചു എടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് ആ നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചെടുക്കുന്നതും നമ്മുടെ നോളജ് അക്വയർ ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. നമുക്ക് ഈ പഠിച്ചെടുക്കുന്നതിലൂടെ സർട്ടിഫിക്കറ്റ് മാത്രം കൂട്ടിക്കൂട്ടി വെച്ചാൽ പോരാ, ആ നോളജിന്റെ കൂടെ നമ്മുടെ ക്യാരക്ടറും കൂടെ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അറിവ് കൂടുമ്പോൾ നമ്മുടെ തല കുനിയണമെന്ന് പറയും അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് ലാസ്റ്റ് ലെറ്റർ ആണ് കണക്ഷൻ എന്നുള്ളത്. ദ മോസ്റ്റ് ഡിവൈൻ 10 letter വേർഡ്. നമ്മൾ ഈ ലോകത്തിൽ നിന്നെല്ലാം ജനിച്ച എല്ലാവരും ഇവിടുന്ന് ഒരിക്കൽ പോകും അല്ലെ? നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളെ എല്ലാവരും ഓർത്തിരിക്കുന്നത്? നമ്മുടെ അച്ചീവ്മെന്റ്സിനെ പറ്റിയാണോ ആൾക്കാർ ഓർത്തിരിക്കുന്നത്? ഒരിക്കലും അല്ല. ആരും നമ്മുടെ അച്ചീവ്മെന്റ്സ് അത്ര ഓർക്കാൻ പോകുന്നില്ല. അതിലും കൂടുതൽ നമ്മളെ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അവരെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്, അവരുടെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളതാണ് അവർ ഓർത്തിരിക്കാൻ പോകുന്നത്. ഹൗ വി മേക്ക് ദം ഫീൽ, did we give them the encouragement that they needed, അതൊക്കെയാണ് ഓർക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്, വി ആർ ഓൾ കണക്റ്റഡ് ടു വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എന്താ പറ്റുന്നത്? വി ആർ ഡിസ്കണക്റ്റഡ് ഫ്രം ഫാമിലി മെമ്പേഴ്സ്, ഡിസ്കണക്റ്റഡ് ഫ്രം ഫ്രണ്ട്സ്. എല്ലാവരും അവരവരുടെ ഗാഡ്ജറ്റ്സിലേക്കൊക്കെ ഒതുങ്ങി പോവുകയാണ്. പക്ഷെ സോഷ്യൽ ഇന്ററാക്ഷൻസ് പോലെ തന്നെ ഫാമിലി ഇന്ററാക്ഷൻസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് ലോകത്തിനപ്പുറത്തുള്ള കടലിനപ്പുറത്തുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വളരെ നല്ല കണക്ഷൻ ആയിരിക്കാം. പക്ഷെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുമായിട്ട്, താഴെയും മുകളിലും നിലയിലുള്ള ആൾക്കാരുമായിട്ടും, അല്ലെങ്കിൽ ഇനി അതല്ല ഒരു മുറിയിൽ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് തന്നെ വലിയ കണക്ഷൻ ഒന്നും ഇല്ലാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം എവരിബഡി ഈസ് ടു ബിസി, ടു മച്ച് എൻഗ്രോസ്ഡ് ഇൻ ദെയർ ഓൺ വേൾഡ് ഇൻ ദ ഗാഡ്ജറ്റ്. അപ്പം കണക്ഷൻ ഏറ്റവും വളരെ അത്യാവശ്യമാണ്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും റെഡ്വുഡ് ട്രീസ്. ഇതെല്ലാം ലോകത്തിൽ എല്ലായിടത്തും ഇല്ല. അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്കയിലുണ്ട്, പിന്നെ ചൈനയിലുണ്ട്. ഈ റെഡ്വുഡ് ട്രീസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് വളരെ പൊക്കത്തിൽ വളരും. അതിനൊരു 400 ഫീറ്റ് മുകളിലോട്ട് അത്രയ്ക്ക് നല്ല പൊക്കത്തിൽ അത് പോകും. അതുപോലെ അതിൻ്റെ ലൈഫ് ഒരു 2000 വർഷത്തോളം ഒക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഒരു പ്രത്യേകതയുള്ള എന്നാന്ന് വെച്ചാൽ ഇതിന്റെ വേരൊരിക്കലും താഴോട്ട് ഇറങ്ങാറില്ല. ഇതിന് അങ്ങനെ ഡെപ്തിലോട്ട് അതൊരിക്കലും പോകാറില്ല. പിന്നെ എങ്ങനെയാണ് ഇത് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വെതറും ഒക്കെ അതിജീവിച്ചത്? എങ്ങനെ ഇത്രയും വർഷങ്ങൾ ഇത് ജീവിക്കുന്നു? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വേര് അധികം താഴോട്ട് പോകുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഈ ട്രീ അതിന്റെ അടുത്ത് നിൽക്കുന്ന വേരിനെ കണ്ടുപിടിച്ച് അതുമായിട്ട് കൂട്ടുപിണഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഒരു റെഡ്വുഡ് ഫോറസ്റ്റിലൊക്കെ നോക്കിയാൽ ആ ഏരിയയിലുള്ള എല്ലാ റെഡ്വുഡ് ട്രീസിന്റെ എല്ലാം വേരുകൾ ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞ് അവരിങ്ങനെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതുപോലെ പരസ്പരം താങ്ങും തണലും ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും കണക്ഷൻസ് ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം പീപ്പിൾ ഹീൽ ഇൻ സേഫ് കണക്ഷൻ. നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് പ്രയാസത്തിലും ഒരു ഹീലിംഗ് ആണ് തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്നത്.
ഇനി ഈ 10 വാക്കുകൾ പറഞ്ഞു. ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങളൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒന്നാമത്തേത് ലിസൺ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളെ ഈ വാക്കുകൾ നമ്മൾ പറയുന്നു മാത്രമല്ല, മറ്റുള്ളവർ നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നല്ല ഒരു ആക്റ്റീവ് ലിസണിങ്ങും എംപത്തറ്റിക് ലിസണിങ്ങും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ ശ്രദ്ധയോടെ കേട്ട് അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കി ഏത് ലെവൽ ഏത് സ്ഥിതിയിൽ നിന്നുകൊണ്ടാണെന്ന് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ വാക്കുകളെ തീർച്ചയായും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി ടൈമാണ് അടുത്തത്. അതായത് അവര് നമ്മളോട് കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ തീർച്ചയായും നമ്മൾ അവർക്ക് ടൈം കൊടുക്കണം. കാരണം നമ്മൾക്ക് പറഞ്ഞു മാത്രം നടന്നാൽ പോരാ, മറ്റുള്ളവർക്ക് സമയം കൊടുത്ത് അവർ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു മനസ്സ് കാണിക്കണം. കാരണം ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ഇൻവിസിബിൾ ഗിഫ്റ്റ് എന്നാണ് ടൈമിനെ പറയുന്നത്. കാരണം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് അവരെ ശ്രദ്ധിക്കാനും അവരെ കേൾക്കാനും ഒക്കെ ഇപ്പോഴാണ് സമയമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴാണ് അത് ആവശ്യമെങ്കിൽ ആ സമയം ഇപ്പൊ കൊടുക്കുക. പിന്നീട് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ തീർച്ചയായും മറ്റുള്ളവരെ വിശ്വസിക്കാനും അവരുടെ വാക്കുകൾ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വിശ്വാസ്യത കൊടുക്കാനും ഒക്കെ തീർച്ചയായും നമ്മൾ ശ്രമിക്കണം. കാരണം ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് പതിയെയാണ് ഉണ്ടായി വരുന്നത്. പക്ഷെ ഒരു വാക്കിലൂടെ ചിലപ്പോൾ നമ്മൾ അത് പൊട്ടിച്ചു കളയാനായിട്ട് വളരെ എളുപ്പമാകും. അപ്പൊ നമ്മളെ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് യു ക്യാൻ ഡു ഇറ്റ് എന്ന് നമ്മൾ അവരുടെ ഒരു വിശ്വാസ്യത അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു എൻകറേജ്മെന്റ് ആണ്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളിന്റെ അടുത്ത് നോ ഡോൺ വറി, യു ക്യാൻ ഡു ഇറ്റ്, ഐ നോ, ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വിശ്വാസ്യത അവർക്ക് കൊടുത്താൽ നമ്മൾ അവരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. സോ ഈ വാക്കുകൾ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ വാക്കുകൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇറ്റ് ഡസ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഇറ്റ് മോട്ടിവേറ്റ്സ് അസ്, ഇറ്റ് ട്രാൻസ്ഫോംസ് അസ്, ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ഐഡന്റിറ്റീസ്, ഇൻസ്പയർ ചെയ്യാന്, എൻകറേജ് ചെയ്യാന്, നമ്മുടെ വൂൺസ് ഒക്കെ ഹീൽ ചെയ്യാന്, ഇതിനൊക്കെ പിന്നെ പോലെ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാന് ഒക്കെ വളരെ നല്ലതാണ് വാക്കുകൾ. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഇറ്റ് ഈസ് സോ ഈസി ടു ഡിസ്ട്രോയ് ദ കോൺഫിഡൻസ്. നമ്മൾ തെറ്റായ രീതിയിൽ തെറ്റായ വാക്കുകളുടെ പ്രയോഗം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ക്രിറ്റിസിസം കൊടുത്തു കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ആൾക്കാർ അതിൽ നിന്ന് തന്നെ പിന്മാറി പോകാനും അല്ലെങ്കിൽ അവരെ വല്ലാതെ വിഷമിപ്പിക്കാനും അത് എന്നേക്കുമായിട്ട് മനസ്സിൽ അതോടെ കിടന്ന് അവരെ വല്ലാതെ വിഷമിപ്പിക്കാനും ഒക്കെ ഇടയാവും. സോ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ വാട്ട് വി റിയലി നീഡ് ടു ഡു ഈസ് വി നീഡ് ടു അപ്ലിഫ്റ്റ് അതേഴ്സ്. എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ നമ്മൾ ഉൾക്കൊണ്ട് അവരെയും കൂടെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അവരെ എൻകറേജ് ചെയ്ത് അവരെ കണക്റ്റഡ് ആയിട്ട് ചേർത്ത് നിർത്തി നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് ഒക്കെയാണ് നമുക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ കണക്ട് ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ ഇൻസ്പയർ ചെയ്യണം. അപ്പൊ നമ്മളെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ അനേകം ട്രെയിനേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളെ എത്ര ട്രെയിനിങ് നമ്മൾ എടുത്തു എന്നുള്ളതല്ല ഒരു ഏറ്റവും നല്ല ഒരു ട്രെയിനറുടെ മാർക്ക് അല്ലെ. അവർ എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു ട്രെയിനറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ട്രെയിനർ വിൽ ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ് ത്രൂ ദെയർ വേർഡ്സ്. നല്ല അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള അവരെ എൻകറേജ് ചെയ്യുന്ന അവരുടെ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയൊരു ട്രെയിനറായിട്ട് മാറുന്നത്. കാരണം ആർക്കും പല കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഒരു സ്ലൈഡ് ഷെയർ ചെയ്യുന്നതോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതോ ഒക്കെ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ നമ്മൾ അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനറായിട്ട് നമുക്ക് മാറാം. എത്ര ട്രെയിനിങ് എടുത്തെന്നുള്ളതല്ല, എത്ര ഇഫക്റ്റീവായിട്ടും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടതിന് ഒത്തിരി നന്ദി. സോറി അബൌട്ട് ദ എക്സ്ട്രാ ടൈം ദാറ്റ് ഇറ്റ് ടുക്ക്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അങ്ങനെ ഒരു ഗ്ലിച്ച് പറ്റി. എന്താണെന്ന് എനിക്കിപ്പോഴും പിടി കിട്ടിയിട്ടില്ല. ബട്ട് വിൽ ഹാവ് ടു ഫിഗർ ദാറ്റ് ഔട്ട്. ബട്ട്
മാം Anyway, ആ 10 പോയിന്റ് ഒന്ന് പറയാൻ പറ്റുമോ? ആ 10 പോയിന്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് 10 പോയിന്റ്സ്. ഒന്നാമത്തേത് ഐ. ഇത് ഇത്രയും ഓർത്തിരുന്നാൽ മതി. 10 ലെറ്റേഴ്സ് വരെയാണ് പോകുന്നത്. ഐ എന്ന് പറയുന്നത് ലെറ്റർ ഐ, അതായത് ഞാൻ, എൻ്റെ എന്നുള്ളത് ഐ. രണ്ടാമത്തേത് വി എന്ന് പറയുമ്പോൾ WE. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈഗോ, EGO. അപ്പൊ 3 ലെറ്റർ ആണല്ലോ വരുന്നത്. നാലാമത്തേന്ന് പറയുന്നത് ലവ്. ഇനി അഞ്ചാമത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 5 ലെറ്റർ കൊണ്ട് സ്മൈൽ. എക്സാക്ട്ലി, സ്മൈൽ ആണ്. ഇനി ആറാമത്തെ എന്തായിരുന്നു? ഒരു വലിയ ഗോസിപ്പ് അല്ലെങ്കിൽ റൂമർ, രണ്ടും ശരിയാണ്. ഇനിയും ഏഴാമത്തെ എന്തായിരുന്നു? ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് സക്സസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എട്ടാമത്തേത് എന്തായിരുന്നു? നമ്മളെ കാർന്ന് തിന്നുന്നത് ജലസി. ജലസി. പിന്നെ ഒമ്പതാമത്തേത് നോളജ്. പത്താമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവൈൻ വേർഡ്. അതെന്താണ്? കണക്ഷൻ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്കുകളൊക്കെ ചേർത്ത് പിടിക്കാനും ഇതുമൂലം അനേകരെ ഇൻസ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ശ്രദ്ധയോടെ എന്നെ കേട്ടിരുന്നതിനും പേഷ്യൻ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് സെഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഡിലേ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറന്ന് നിങ്ങൾ ഇരുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഒരിക്കൽ കൂടി അംബിക മാമിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ എത്തിച്ചതിന് എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രയോജനമുള്ളതുമായി നല്ല അവയർനെസ് തരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഓണേർഡ് ടു ബി ഹിയർ ആൻഡ് ടു ടേക്ക് ദ സെഷൻ ടുഡേ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫീഡ്ബാക്കിനും ഒക്കെ ഞാനും ആഗ്രഹിക്കുന്നു. സോ ഐ റിട്ടേൺ ദ പ്ലാറ്റ്ഫോം ബാക്ക് ടു യു. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you for a truly inspiring session. Explain the power of words. Thank you very much. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു ശക്തി ഉണ്ടെന്ന് മാഡം നമുക്ക് പറഞ്ഞു തന്നു. ഒരു വാക്കിന് വേണമെങ്കിൽ ഒരാളെ ഉയർത്താനും അതുപോലെ തന്നെ തളർത്താനും കഴിയും. അതുകൊണ്ട് ആശയവിനിമയത്തിൽ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നത് ഒരു കലയും ഉത്തരവാദിത്വം തന്നെയാണ്. അംബിക മാമിനോട് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി, ഈ മാഡത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്ര ലേറ്റ് ആയി, അതിൽ ഞങ്ങൾക്ക് വളരെ നിരാശയും വിഷമമുണ്ട്. എനിവേ, ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. സൂസൻ മാഡം, എക്സലന്റ് സെഷൻ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ്. കുറെയൊക്കെ ഞങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാഡം അത്ര ഭംഗിയായിട്ട് ഇതിന് ഒരിക്കലും മറക്കൂല. അത് പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ഇതിനെ പ്രാഗല്യം ആക്കണമെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ബി ആക്റ്റീവ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമല്ല മറ്റവർക്കും അത് സ്പ്രെഡ് ചെയ്യണം. ഈ പ്ലാറ്റ്ഫോം അതിന് ഒരു എക്സാമ്പിൾ ആണ് മാഡം. കണക്ടിവിറ്റി, ഈ ഇതൊക്കെ പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്ന മറ്റവരെ വളർച്ചയിൽ സന്തോഷപ്പെടുന്നവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ മാഡം ഇതിനും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യണം. ഇറ്റ് വാസ് റിയലി, മനോജ് സാർ പറഞ്ഞ മാതിരി വെരി ഇൻസ്പയറിങ്, വെരി ഇൻഫർമേറ്റീവ്. ആൻഡ് എല്ലാവരും അത്ര കാത്തിരുന്ന് കേൾക്കുമായിരുന്നു. അതാണ് ജലീൽ പിന്നെയും ആ ഓർഡർലി കേട്ടതാ, എന്തൊക്കെയെന്ന് മിസ്സായിപ്പോണ്ടാണ്. എക്സലന്റ് സെഷൻ. Thank you very much. Thank you, Manoj sir, for giving this opportunity. Good morning, ma'am. Srijina JCA Balasheri. Thank you. Audible ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. വിസിബിൾ ആണോ എന്ന് അറിഞ്ഞൂടാ. സോറി, വിസിബിൾ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. സ്കൂൾ റീഓപ്പണിംഗ് അല്ലേ? അപ്പോ പിന്നെ മാം ആദ്യം തന്നെ ഒരു താങ്ക് യു സോ മച്ച് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ തുടങ്ങട്ടെ. കൈവിട്ട അയ്യോ കട്ടായി പോയാ? ക്ലിയർ ആണോ പറയുന്നേ? ഇപ്പൊ കേക്കാം. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും എപ്പോഴും നമുക്ക് അപകടകരമാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അതിലുള്ള ആ വാക്കിൽ പിടിച്ച് കേറി, അത് എന്തായാലും ശരിക്കും ഒരു വെറൈറ്റി പിന്നെ എന്താ പറയാ തിങ്കിങ് തന്നെയായിരുന്നു. അതെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം മാം എപ്പോഴും ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു കുറച്ച് ശബ്ദം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു, മനസ്സ് സാർ എന്താണ് ഇവരെങ്ങനെ വിളിക്കാത്തത്? അപ്പൊ എന്തായാലും അതിന്റെ ഉടൻ തന്നെ ആൻസർ കിട്ടി. എനിവേ താങ്ക് യു മാം. അടിപൊളി. ഇനിയും പുതിയ അടിപൊളി സെഷനായിട്ട് വരിക. കാരണം എന്നെ പോലെ വളർന്നു വരുന്ന പിന്നെ പ്രീ സജീവത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ നല്ലതാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു വെരി മച്ച് ടീച്ചറെ. താങ്ക് യു വെരി മച്ച്. പുതിയ അധ്യയന വർഷം തുടങ്ങണം അല്ലെ? പുതിയ കുട്ടികളായിട്ട് പരിചയപ്പെടാൻ പോകണല്ലോ അല്ലെ? എല്ലാ സ്കൂൾ വർഷം വളരെ പ്രൊഡക്റ്റീവായിട്ടും നന്നായിട്ടും വരട്ടെ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും, എല്ലാ ടീച്ചേഴ്സിനും. ഫീഡ്ബാക്ക്.
ഇനി ആരും പറയാനില്ലേ